മാങ്ങ വേണോ മാങ്ങ? നല്ല മുഴുത്ത മാങ്ങ വേണോ മാങ്ങ? കടന്നു വരൂ കടന്നു വരൂ. ചേട്ടാ 2 പ്ലേറ്റ് മാങ്ങ വേണം. അമ്മേ, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളത് പോലെയുണ്ട്. അതുകൊണ്ട് 2 പ്ലേറ്റ് അല്ല അമ്മേ, കുറച്ച് കൂടുതൽ വാങ്ങിക്കമ്മേ. ചേട്ടാ ഒരു 3 പ്ലേറ്റ് എടുത്തോ. മോളെ ഒരു കവറിലാക്കി തന്നാ മതിയോ? ആ മതി ചേട്ടാ, കവറിലാക്കി തന്നാൽ മതി. ഇന്ന് മോളെ പിടിച്ചോ. താങ്ക് യു ചേട്ടാ. മോളെ നിനക്കെന്താ വേണ്ടേ? ഉം, ഉം, ഉം. ചേട്ടാ ഞങ്ങൾക്ക് 2 പ്ലേറ്റ് മാമ്പഴം. അമ്മേ, നമ്മുടെ വീട്ടിലല്ലേ ഇഷ്ടം പോലെ മാമ്പഴം കിടക്കുന്നത്. ഇനിയിപ്പോ ഇതും കൂടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനമ്മേ? എടി, ഇവിടുത്തെ മാമ്പഴത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. നമുക്കിപ്പോ കിട്ടിയാലായി, ഇല്ലെങ്കിൽ ഇപ്പൊ ഇതും തീർന്നു പോകും. ഇന്ന് ചേച്ചി മാമ്പഴം. താങ്ക് യു ചേട്ടാ. അമ്മേ, ഇത് എവിടുന്നാ അമ്മേ വാങ്ങിച്ചേ? എന്ത് ടേസ്റ്റാന്ന് അറിയാം അമ്മ. ഏടി, ഇത് വേറെ എവിടുന്നല്ല, ഇത് നമ്മുടെ ജാനിയച്ചില്ലേ, ജാനിയച്ചിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. മരുമോനെ ഇതിൽ നിന്ന് എടുത്തോ. നീ എന്താ ഇവിടെ മേടിച്ചു നോക്കുന്നത്? അമ്മേ ഞാൻ ഇതിനെ ഒരെടുത്ത് കഴിച്ചായിരുന്നു, അവൻ കണ്ടില്ലായിരുന്നു. ആ മോൻ ഇതിന് കഴിച്ചോട്ടോ. എങ്ങനെയുണ്ട് മോനെ ടേസ്റ്റ്? ഒന്നും പറയണ്ടമ്മേ, ഇത് കഴിക്കുമ്പോഴേ ആലുവൊക്കെ ഇല്ലേ വായിട്ടാൽ അലിഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നു. എടി മോളെ, നിനക്ക് എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ്? അമ്മേ, ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നറിയോ? എനിക്ക് സ്ട്രോബെറി പഴമില്ലേ, സ്ട്രോബെറി പഴം കഴിക്കുന്നത് പോലെ ഉണ്ട്. സ്ട്രോബെറി പഴം പോലെയോ? സ്ട്രോബെറി പഴം പോലെയല്ലപ്പാ. എനിക്കിത് കഴിക്കുമ്പോഴേ നമ്മുടെ അഫ്ലാത്തൂനൊക്കെ അല്ലേ അതുപോലെയാണത്. എന്താ ടേസ്റ്റ് ആണെന്നറിയോ? വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്നു. ആ അതെ അമ്മേ, ഇത് കഴിക്കുമ്പോൾ എന്തിന് ടേസ്റ്റ് ആണെന്ന് പോലും അറിയില്ല. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അല്ലേ ഓരോ ടേസ്റ്റ് ആണുള്ളത് ഇതിന്. നമ്മളിത് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോഴേ ഒരാൾ അവിടെ നോക്കിയേ ഒന്നും കഴിക്കാണ്ട് അനങ്ങാണ്ടിരിക്കുന്നു. എടി പൈങ്കിളി, നിനക്കിത് വേണ്ടേ മോളെ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് കഴിക്കണമെന്നുണ്ട്. പിന്നെ എന്ത് പറ്റിയത്? പിന്നെന്താ നീ കഴിക്കാണ്ടിരിക്കുന്നത്? ഇത് ഭയങ്കര നീ ഒരു പ്രാവശ്യം കഴിച്ചു നോക്ക്, എന്നിട്ട് പറ ഇത് വേണോ വേണ്ടിയോന്ന്. ചേച്ചി ഒരു വിഷമം താ. ഇല്ല പിടിച്ചോ. അയ്യോ പൈങ്കിളി, എന്ത് പറ്റി മോളെ നിനക്ക്? എന്താ പറ്റിയേ? എടി പൈങ്കിളി, എനിക്ക് പൈങ്കിളി പറ്റിച്ചേ. എന്താണ് ഇങ്ങനെയാ മനുഷ്യന്മാരെ പേടിപ്പിക്കുന്നത്? എന്റെ പാതി ജീവനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എന്താ അമ്മ, ഞാൻ ആപ്പിളിന്റെ ടേസ്റ്റിൽ മയങ്ങി വീണെന്ന് വിചാരിച്ചോ? എടി ഇങ്ങനെയാണോ മനുഷ്യന്മാരെ പേടിപ്പിക്കുന്നത്? ഞങ്ങൾ നിനക്ക് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് അന്ന് ഇല്ലാണ്ടായി. ഇവളുടെ ഓരോ തമാശ. അമ്മേ, ഈ മാങ്ങയ്ക്ക് എന്താ ടേസ്റ്റ് എന്നറിയോ? അമ്മേ, ഇനിയും അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരാം അമ്മേ. ഓ നേരത്തെ വാങ്ങണ്ടെന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ നോക്കി പറയുന്നത്. ആ നാളെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. പൈങ്കിളി, ആ മാമ്പഴത്തിന്റെ ടേസ്റ്റ് വായിന്ന് പോയിട്ടേ ഇല്ല. എനിക്കും അതെ ശിവ, എന്റെ വായിലും അതിന്റെ ടേസ്റ്റ് പോയിട്ടേ ഇല്ല. പൈങ്കിളി, നമ്മക്കേ ആ അങ്കിളിനോട് പോയിട്ടേ എവിടുന്നാ ഈ മാമ്പഴം എന്ന് ചോദിച്ചാലോ? എടി പാത്തോ, ഈ അത്രയ്ക്കും മണ്ടിയാണോ? നമ്മൾ ചോദിച്ചവിടെ ആ അങ്കിള് നമുക്ക് പറഞ്ഞു തരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഒന്ന് പോയടി പൈങ്കിളി. എന്നാലേ നമ്മക്കേ അത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചാലാ? എങ്ങനെ കണ്ടുപിടിക്കുമെന്നാ പറയുന്നത്? അതിനൊരു വഴിയുണ്ട്. എന്തോന്ന് വഴി? വഴി എന്തെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അതിനു മുമ്പ് എന്നെ ഫോളോ മീ. കം ഓൺ. ജാനു, എടി ജാനു. എന്താട്ടാ, എന്തിനാ എന്നെ വിളിച്ചേ? എടി അവിടെ മാമ്പഴം വല്ലതും ബാക്കിയിരിപ്പുണ്ടോ? ഇല്ല ഏട്ടാ, എല്ലാം തീർന്നു പോയി. നിങ്ങൾക്കൊരു കാര്യമല്ലോ, നമ്മളിന്നേ കുറേ പൈസ ഉണ്ടാക്കി. അതെയോ? എത്ര പൈസയായി നമുക്ക്? നമ്മളിന്ന് ഒരൊറ്റ ദിവസം 2000 രൂപയാണ് സമ്പാദിച്ചത്. ഓ അതെയോ? അയ്യോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, അത്രയൊക്കെ നമ്മൾ ഇന്ന് സമ്പാദിച്ചോ? അതേ ഏട്ടാ, ഇന്ന് നമ്മളെ അത്രയും കാശ് സമ്പാദിച്ചു. അപ്പോൾ ഇനി നമുക്കൊരു ഐഡിയ ചെയ്യാം. ഇനി മുതലേ ഞാനേ വൈകുന്നേരം പോയിട്ട് എല്ലാ ദിവസവും കാട്ടിൽ നിന്ന് പഴം പെറുക്കിക്കൊണ്ട് വരുന്നത്. അതുപോലത്തെ വേറെയും പഴങ്ങൾ ഉണ്ടാവുമല്ലോ, നീ ഇപ്പം ആരോടും പറയണ്ട. ഏ ഇങ്ങനെ പഴം പെറുക്കി പെറുക്കി നമ്മൾക്ക് വലിയ കാശുകാരാവാം. ആ അതെ ഏട്ടാ, അതെ അതെ. പൈങ്കിളി, പൈങ്കിളി, അവരെ കാട്ടിൽ നിന്നാണ് ആ പഴം കൊണ്ടുവരുന്നത്. എടി ഒച്ച വെക്കല്ലേ, അവിടുന്ന് അവര് കേൾക്കും. ഓക്കെ. എടി പൈങ്കിളി, നമുക്കും ഇയാളെ പിന്നാലെ പോയി അവിടുന്ന് ആ പഴം കണ്ടുപിടിക്കാം. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം, അല്ലെങ്കിലേ ആങ്കിള് കണ്ടുപിടിച്ചാലേ നമ്മുടെ പണി കഴിഞ്ഞത് തന്നെ. വേഗം വാ ഇവിടുന്ന്. ഒരു വിധത്തിൽ അവിടുന്ന് ഓടിക്കൊണ്ട് വന്നത്. നിങ്ങൾ 2 പേരുടെയും കൂടെ ഞാൻ വന്നാലേ ഞാൻ പിടിക്കപ്പെടും. നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ വന്ന് ചെയ്താൽ പോരെ? എന്തിനാ അവിടുന്ന് താഴെ നിന്ന് സംസാരിക്കുന്നത്? അവരെങ്ങാനും കേട്ടിരുന്നെങ്കിൽ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെയായിരുന്നില്ലേ? സോറി പൈങ്കിളി, അത് ആ ചേട്ടന് പറഞ്ഞപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റിന് നമ്മൾ അവിടെ നിന്ന് തന്നെ അങ്ങേരുടെ പിന്നാലെ പോവാന്ന് വിചാരിച്ചതാ. ഒരു വിചാരം. 2 പേരും കറക്റ്റ് 7 മണിയാകുമ്പോൾ വരണേ.
അയാളല്ലേ പറഞ്ഞത് 7 മണിയാകുമ്പോ പോകുന്നു. ആ നമുക്ക് 7 മണിയാകുമ്പോ പോകാം. നിങ്ങളോട് രണ്ടുപേരായിട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. രണ്ടുപേരും സംസാരിക്കാനേ പാടില്ല. നമ്മളെ ആ ചേട്ടന്റെ പിന്നാലെ പോവാം. അപ്പൊ രണ്ടുപേരും സംസാരിക്കാനേ പാടില്ല. പൈങ്കിളി നിനക്കെന്താ ഞങ്ങൾ അത്രയ്ക്കും വിശ്വാസമില്ലേ? ഞങ്ങൾ തീരെ സംസാരിക്കില്ല. ഈ പൈങ്കിളി അവിടെ നിന്ന് നോക്കി, എന്ത് ഭംഗിയുള്ള പൂവ്. ഞാൻ എന്താ പറഞ്ഞത്? രണ്ടുപേരോടും സംസാരിക്കരുതെന്നല്ലേ? അതുകൊണ്ട് വായും പൂട്ടിയിട്ട് പിന്നാലെ നടന്നോളണം. ഓക്കെ ബോസ്, ഞങ്ങൾ ഇനിയൊന്നും സംസാരിക്കില്ല ബോസ്. എന്നാലേ നിങ്ങൾ രണ്ടുപേരും പോയിക്കോ, ഞാൻ വരുന്നില്ല നിങ്ങളെ കൂടെ. മതിയോ? അയ്യോ പൈങ്കിളി പോവല്, പൈങ്കിളി ഞങ്ങളിനി സംസാരിക്കില്ല. പൈങ്കിളി പോവല്, പൈങ്കിളി ഞങ്ങളിനി സംസാരിക്കേ ഇല്ല. എന്നാ വാ നടക്കങ്ങോട്ട്.